Okay. Hello. An electronic machine അല്ലേ? ആണോ? നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. നമ്മൾ എന്തൊക്കെയാ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? സിസ്റ്റം യൂസ് ചെയ്യാറില്ലേ നിങ്ങൾ? ഹലോ. ഓക്കെ. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ, നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമാണോ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യാം? ഇൻഫോർമേഷൻ. ഓക്കെ. അതൊക്കെ ഡാറ്റ സ്റ്റോറിംഗ് എന്നുള്ള കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. വേറെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സ്റ്റോറിംഗ് മാത്രമാണോ? ഓക്കെ. ചെറിയ ഹൈസ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് പഠിച്ചിട്ടുണ്ടാവില്ലേ? എന്താ അത്? CPU, കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ പഠിച്ചിട്ടില്ലേ? ഹലോ. ഓക്കെ. CPU എന്തൊക്കെ പാർട്സ് ഉണ്ട് നമുക്ക് കമ്പ്യൂട്ടറിന്? ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി, കൺട്രോൾ യൂണിറ്റ്, CPU അല്ലേ? അങ്ങനെ ഒരു 5 എണ്ണമല്ലേ പഠിച്ചിട്ടുണ്ടാവുക? ഓക്കെ. അപ്പോൾ അതിൽ ഇൻപുട്ട് ഡിവൈസസ് എന്തിനാണ്? എന്തിനാ ഇൻപുട്ട് ഡിവൈസസ്? എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഡാറ്റ കൊടുക്കാൻ മൗസ്, കീബോർഡ് അതൊക്കെയാണ് എക്സാമ്പിൾ അല്ലേ? നമുക്ക് ഡാറ്റ സിസ്റ്റത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ്. ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എക്സാമ്പിൾ എന്താ? പ്രിൻ്റർ, മോണിറ്റർ ഒക്കെ എക്സാമ്പിളാണ്. അതിന് എന്തിനാ ഔട്ട്പുട്ട് ഡിവൈസസ്? സിസ്റ്റത്തിന് നമുക്ക് ഡാറ്റ തരാൻ വേണ്ടിയിട്ട് അല്ലേ? മെമ്മറി used for store data and information. Then CPU, central processing unit, brain of the computer. Then control unit. Control unit എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ എല്ലാ എലമെൻസിനെയും കൺട്രോൾ ചെയ്യുന്നു അല്ലേ? ആണോ? അപ്പോൾ നമ്മൾ CPU തന്നെ നമുക്ക് ALU എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. കേട്ടിട്ടുണ്ടോ? എന്താ സംഭവം? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോജിക് ഓപ്പറേഷൻസ് ആൻഡ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് അല്ലേ? നമ്മുടെ കമ്പ്യൂട്ടർ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ജോലി ചെയ്യണമെങ്കിലും ഇപ്പം മാനുവലി കുറച്ച് ടൈം എടുക്കുന്ന കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിന് കൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ ടാസ്ക് ഒക്കെ ചെയ്യാം അല്ലേ? ആണോ? ഓക്കെ. ഓക്കെ. അപ്പം സിസ്റ്റം ഓക്കെ. ദെൻ പ്രോഗ്രാം എന്താണ്? എന്താണ് ഒരു പ്രോഗ്രാം? പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ പ്രോഗ്രാം യൂസ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 3 മൊഡ്യൂൾസ് CPP പഠിക്കും, പിന്നെ 4th മൊഡ്യൂൾ ജാവ പഠിക്കും, പിന്നെ 5 and 6 we will discuss about ആൻഡ്രോയിഡ്. എന്താ പ്രോഗ്രാം? എന്തിനാ നമ്മൾ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സിസ്റ്റം അല്ലേ? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടർ അല്ലേ? ഓരോ പ്രോഗ്രാമിലും എന്താ ഉണ്ടാവുക? കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ. യെസ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസ് എന്താ ചെയ്യുന്നത്? ത്രൂ ദാറ്റ് പ്രോഗ്രാം നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനോട് പറയാണ് ടു പെർഫോം സം ടാസ്ക് ആൻഡ് ഗീവ് ദ റിക്വയർഡ് ഔട്ട്പുട്ട് അല്ലേ? ആണോ? നമ്മൾ പ്രോഗ്രാമിലൂടെയാണ് സിസ്റ്റത്തിനോട് പറയുന്നത്. നമ്മുടെ എന്ത് ഓപ്പറേഷൻ ചെയ്യാനും പ്രോഗ്രാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ആണോ? അതെ. ഓക്കെ. അപ്പം നമുക്ക് ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊന്ന് കേട്ടിട്ടുണ്ടോ?
Binary language. Say yes or no. ഓക്കെ, സീറോസ് ആൻഡ് വൺസ് മാത്രമുള്ളതാണ് ബൈനറി ലാംഗ്വേജ്. ഇപ്പം നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടർ ഈസ് യൂസ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ അല്ലേ? എങ്ങനെയാണ് ഈ സിസ്റ്റം ഡാറ്റയും ഇൻഫോർമേഷനൊക്കെ സ്റ്റോർ ചെയ്യുന്നത്? ഏത് ലാംഗ്വേജിലൂടെയാണ്? ബൈനറി ലാംഗ്വേജിലാണ് സ്റ്റോർ ചെയ്യുക അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്ന എന്ത് ഡാറ്റ ആയിക്കോട്ടെ, ഇപ്പം നമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോ ആയിക്കോട്ടെ, ഫോട്ടോ JPG PNG ഫോമാറ്റിലാണ് അല്ലേ? പിന്നെ എന്തെങ്കിലും വീഡിയോസ് ആയിക്കോട്ടെ MP4 ഫോമാറ്റിലാണ് അല്ലേ? PDF ഫോമാറ്റിലുള്ള ആയിക്കോട്ടെ, എന്ത് ഡാറ്റ, ഏത് ഫോമാറ്റിലുള്ള ഡാറ്റ കൊടുത്താലും സിസ്റ്റം എന്ത് ചെയ്യും? ആ ഡാറ്റാസിനൊക്കെ കൺവേർട്ടഡ് ടു വൺസ് ആൻഡ് സീറോസ്, കൺവേർട്ടഡ് ടു ഓക്കെ സീറോസും വൺസും ആയിട്ടുള്ളൊരു സ്ട്രിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ സ്ട്രിങ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? സിസ്റ്റം സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും എന്തെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാൽക്കുലേഷൻ, എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും ഒക്കെ സിസ്റ്റം ബൈനറി ലാംഗ്വേജിലാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ CPP ആണെങ്കിലും ജാവ പ്രോഗ്രാം ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും സിസ്റ്റത്തിന് എന്തേ മനസ്സിലാവുള്ളൂ? ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ? സിസ്റ്റത്തിന് വേറൊരു ലാംഗ്വേജും അറിയില്ല, ബൈനറി ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ എന്താണ്? ഒന്നല്ലെങ്കിൽ CPP ലാംഗ്വേജ്, അല്ലെങ്കിൽ ജാവ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ്, അല്ലെങ്കിൽ C, ബേസിക്, ഫോർട്രാൻ, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിലൂടെയാണ് നമ്മൾ സിസ്റ്റത്തിനൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സിസ്റ്റത്തിന് എന്തേ മനസ്സിലാവുള്ളൂ? ബൈനറി ലാംഗ്വേജ്. ശരിക്കും വർക്കാവുമോ? അപ്പോൾ നമ്മൾ ഈ ലാംഗ്വേജിൽ കൊടുക്കുമ്പോൾ, CPPയിലൊക്കെ കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവുമോ? ഹലോ, ഓക്കെ, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല എന്നാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, മനസ്സിലായി? ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവോ നമ്മൾ ഈ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് പ്രോഗ്രാമിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സിസ്റ്റത്തിന് അത് മനസ്സിലാവുമോ? സിസ്റ്റത്തിന് ബൈനറി മാത്രമേ അറിയൂ. സിസ്റ്റത്തിന് ആ പ്രോഗ്രാമൊക്കെ മനസ്സിലാവോ? കൺവേർട്ട് ചെയ്യും അല്ലേ? നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. യൂസിങ് എന്ത് വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുക? അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ കയ്യിലുള്ളത്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചു എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ, ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എന്ത് വെച്ചിട്ടാണ്? കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ കേട്ടിട്ടുണ്ടോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് CPP, ജാവ പോലുള്ള ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ വെച്ചിട്ട് കൺവേർട്ടഡ് ടു ബൈനറി ലാംഗ്വേജ്. ഓക്കെ, ബൈനറി ലാംഗ്വേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സിസ്റ്റത്തിന് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ള ടാസ്ക്, പ്രോഗ്രാമിലൂടെ എന്ത് ടാസ്ക് ആണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് സിസ്റ്റം ചെയ്യും. എന്നിട്ട് റിസൾട്ട് നമുക്ക് തരും അല്ലേ? റിസൾട്ടും ബൈനറി ലാംഗ്വേജിലായിരിക്കും. അത് ഈ കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തരും. ഓക്കെ, അസംബ്ലർ എന്താണ് സംഭവം? അസംബ്ലി ലാംഗ്വേജ് കേട്ടിട്ടുണ്ടോ? മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ. ഓക്കെ, അസംബ്ലി ലാംഗ്വേജിൽ എന്തായിരുന്നു യൂസ് ചെയ്യുന്നത്? ഓക്കെ, അസംബ്ലി ലാംഗ്വേജിനെ സിസ്റ്റത്തിന് മനസ്സിലാക്കുന്നൊരു ലാംഗ്വേജിലാക്കി കൊടുക്കുകയാണ് അസംബ്ലർ ചെയ്യുന്നത്. ഓക്കെ, അഭിജിത്ത് CPP പഠിച്ചിട്ടുണ്ടോ അതിനു മുന്നേ +2?
S3-ലോ? ഓക്കെ 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 അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയും ചെറിയൊരു ബേസിക്സ് തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ശരിക്കും ലാംഗ്വേജസിനെ രണ്ട് രീതിയിൽ കാറ്റഗറി ചെയ്യാം, രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഓക്കെ, എന്തൊക്കെയാണ്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഓക്കെ, അപ്പം പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജിൽ കൂടുതലും ഫങ്ഷൻസിനായിരിക്കും, ആ പ്രൊസീജിയർക്കായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിന് എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക? പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ചെയ്യുന്ന ആ ഒരു ടാസ്ക്, ഓക്കെ, അതിനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഒബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻ്റ് വരാം. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ ഒരു റിയൽ ലൈഫ് ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു തേർഡ് മൊഡ്യൂൾ എത്തണം. ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കാനേ നമ്മളൊരു വേണ്ട, ഇവിടെ വെച്ച് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ സെക്കൻഡ് ഹാഫിൽ മനസ്സിലാവും. ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ കൺസെപ്റ്റ് ഓഫ് ഊപ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുണ്ട്. അപ്പം പ്രോഗ്രാമിംഗ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും, കാരണം പുതിയതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കുകയാണ്. പക്ഷെ ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ കൺസെപ്റ്റ് ഓഫ് ഊപ്പാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പം ഇത് നമ്മൾക്ക് കൺസെപ്റ്റും കൂടി ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഡിഫറൻസിലേക്ക് വരാം. ഓക്കെ, അപ്പം കൺസെപ്റ്റ് ഓഫ് ഊപ്പ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഊപ്പിൽ വരുന്നതാണ് ഒബ്ജക്ട്സ്, ക്ലാസസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഓക്കെ, ഹലോ, ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് നമ്മുടെ CPP, ജാവ ഒക്കെ. അതായത് അതിൽ ഒബ്ജക്ട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഡാറ്റയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങളുടെ ക്ലാസ് SXECE എന്നുള്ളൊരു ക്ലാസ്സിലെ ഓരോ ഒബ്ജക്ട്സും ആണ് അതിൽ പഠിക്കുന്ന 20 പേര്. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഹലോ, ഇല്ല. ഓക്കെ, ഓക്കെ, ഒരു ചെറിയൊരു പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് പോയിന്റ് തന്നെ ഒബ്ജക്ട്സ് ആർ സിംപ്ലി ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇൻ ക്ലാസ് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് വിത്ത് സിമിലർ ഫീച്ചേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ക്ലാസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാൻ പോവുകയാണെ, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഊപ്പിൽ. ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യും. ക്ലാസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഓരോ ക്ലാസ്സുകളല്ല, ഇവിടുത്തെ കോളേജിലെ ഓരോ ക്ലാസ്സുകളല്ല, ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ട് നമ്മുടെ CPPയിൽ. ഓരോ ക്ലാസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ കണ്ട ആ ഒരു പോയിന്റ് തന്നെ നോക്കിയാൽ മതി.
group of objects with similar features are grouped into class. ഓക്കെ, അപ്പം സിമിലർ ഫീച്ചറുള്ള കാര്യങ്ങൾ, ഇപ്പം ആനിമൽ എന്നുള്ളൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ക്ലാസ് ആനിമൽ. ഓക്കെ, ഈ ക്ലാസ് ആനിമലിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയുന്നത് 4 ഫീറ്റ്, 2 ഐസ്, ഒരു നോസ്. ഓക്കെ, ഇത്രയാണ് ആനിമൽ എന്നുള്ള ക്ലാസ്സിന് ഞാൻ കൊടുക്കുന്ന ഫീച്ചേഴ്സ്. ഓക്കെ, ഈ ക്ലാസ്സൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാമേഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ആനിമലിന് ഇത്ര ഫീച്ചേഴ്സേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ? ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൻ്റെ ഓരോ ഇൻസ്റ്റൻസ് ആണ് എന്ത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലാസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഡോഗ് ഒരു ഒബ്ജക്റ്റാണ്, ഗോട്ട് വേറൊരു ഒബ്ജക്റ്റാണ്, ഇതേ ക്ലാസ്സിൻ്റെ വേറൊരു ഒബ്ജക്റ്റ്. കൗ വേറൊരു ഒബ്ജക്റ്റാണ് അല്ലേ? ഫോക്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പം ഈ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പം കുറച്ച് സിൻടാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ. അതുപോലെ ഒബ്ജക്ട്സിനും അതുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പം നമ്മൾക്ക് ഇതേപോലെ തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലാസ് S6PC എന്ന് ഒരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ കൊടുക്കാം? ഇൻറ്റ് റോൾ നമ്പർ അല്ലേ, പിന്നെ ക്യാർ അല്ലെങ്കിൽ എന്താ ഫ്ലോട്ട് മാർക്ക്. ഓക്കെ, ഇൻറ്റു ഫ്ലോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, റോൾ നമ്പർ, മാർക്ക്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സ്, ഈ സെമ്മിൽ പഠിക്കുന്ന സബ്ജക്ട്സ്, അതൊക്കെ ഈ S6CPCൻ്റെ എന്നുള്ള ക്ലാസ്സിലെ ഫീച്ചേഴ്സാണ്, അതിലെ കണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്താണ്, ഒബ്ജക്ട്സ് ആണ് അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാനുള്ള സബ്ജക്റ്റ് സെയിം ആണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും റോൾ നമ്പർ ഉണ്ട്, നിങ്ങൾ ഓരോരുത്തരും സെയിം ക്ലാസ് സെയിം സെമിസ്റ്റർ ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ? ഓക്കെ, അപ്പോൾ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഫസ്റ്റ് പോയിന്റ് തന്നെ നോക്കിയേ, പ്രൊവൈഡിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് പ്രൊവൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നുണ്ടാവുക? അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ തന്നെ എന്താ പറയുക, ഡാറ്റ ഹൈഡിങ് ആണ് അല്ലേ? ഹലോ? ഓക്കെ, ഡാറ്റ ഹൈഡിങ്. എന്ത് ഡാറ്റയാണ് ഹൈഡ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ATM കയറി കുറച്ച് കാശ് വിത്ഡ്രോ ചെയ്തു. നിങ്ങൾ എന്തേ ചെയ്തിട്ടുള്ളൂ? ATM കയറി, കാർഡ് ഇട്ടു, പിൻ കോഡ് അടിച്ചു, ചോദിച്ചതിനൊക്കെ ഉത്തരം കൊടുത്തു, കയ്യിൽ കാശും കിട്ടി അല്ലേ? അതായത് ATM കയറുന്ന ഒരു യൂസർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ഡാറ്റാസ് മാത്രമേ അവിടെ അറിയുന്നുള്ളൂ, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവരപ്പോൾ അറിയുന്നുള്ളൂ. ATMൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്, ATMൻ്റെ അകത്ത് എത്ര പൈസയുണ്ട്, എത്ര പൈസ അന്ന് പോയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഒരു യൂസർ അറിയുന്നില്ല.
മനസ്സിലായോ? ഓക്കെ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ആ ATMൻ്റെ അകത്ത് എന്ത് ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസർ ബോധേഡല്ല. യൂസറിൻ്റെ ആവശ്യമുള്ള എന്താണോ ആ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. സോ ഡാറ്റ ഹൈഡിങ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഹൈഡ് ചെയ്യുക. എസെൻഷ്യലായിട്ട് യൂസറിന് വേണ്ട ഡാറ്റാസ് മാത്രം കാണിച്ചു കൊടുക്കുക. ഓക്കെ. ഡാറ്റ എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത കൺസെപ്റ്റ് എൻകാപ്സുലേഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് പ്രോഗ്രാമിൽ ഡാറ്റ ഉണ്ടാവും, കുറച്ച് ഫങ്ഷൻസും ഉണ്ടാവും. ഓക്കെ. ഈ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫങ്ഷൻ എന്ന് പറയുമ്പോഴും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ്. ഓക്കെ. ഓരോ ഫങ്ഷനും നമുക്ക് എന്ത് ചെയ്യും, ഓരോ മിനിമം ഒരു ടാസ്കെങ്കിലും ഒരു ഫങ്ഷനായിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ. നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷൻസ്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോഗ്രാമിൻ്റെ സിൻടാക്സ് ഒക്കെ പഠിക്കുമ്പോൾ കൂടെ പഠിക്കും. ഓക്കെ. അപ്പം ഈ ഡാറ്റയും ഫങ്ഷനും ഒക്കെ ഒരൊറ്റൊരു യൂണിറ്റായിട്ട് കൊണ്ടുപോകണം. അതാണ് എൻകാപ്സുലേഷൻ. ഓക്കെ. ഹലോ. അത് നമ്മൾ കൂടുതലും പ്രോഗ്രാമിംഗ് തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഓക്കെ. ഓരോ പ്രോഗ്രാമും എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പറേഷൻസ് ചെയ്യും എന്ന് അറിയാമല്ലോ. ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഓരോ പ്രോഗ്രാമും എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യും. ചിലപ്പോൾ കാൽക്കുലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്ത് ഫങ്ഷൻ ആണെങ്കിലും ഈ ഫങ്ഷൻസും ഡാറ്റയും ഒക്കെ ഒരൊറ്റൊരു യൂണിറ്റായിട്ട് കൊണ്ടുപോകണം. അതാണ് ലൂപ്പിൻ്റെ വേറൊരു ഫീച്ചർ. ഓക്കെ. പിന്നെ അടുത്തത് ഇൻഹെറിറ്റൻസ്. Okay. Inheritance is a process by which the objects of one class acquire the properties of objects of another class. സംഭവം ക്ലാസ് വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ പറയാം. ഇപ്പോൾ ക്ലാസ് ആനിമലിൽ എൻ്റെ ആനിമൽ എന്നുള്ള ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡാറ്റാസ് ആയിട്ടുള്ളത്? 4 ഫീറ്റ്, 2 ഐസ്, 1 നോസ് അല്ലേ? അപ്പം തന്നെ ഞാൻ വേറൊരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യാണ്, ക്ലാസ് ഡോഗ്. ഓക്കെ. എൻ്റെ ക്ലാസ് ഡോഗിൽ ഉള്ള ഡാറ്റ ഒരു ടെയിലാണ്. ഓക്കെ. ഉള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർക്കിംഗ്. ഓക്കെ. ആനിമൽസിലുള്ള ഫങ്ഷൻ പിറ്റ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ ആനിമൽ എന്നുള്ള ക്ലാസ് എന്തൊക്കെ ചെയ്യും? അതിന് 4 കാലുണ്ട്, 2 കണ്ണുണ്ട്, ഒരു മൂക്കുണ്ട്, ഒപ്പം ഈറ്റിംഗ് എന്നുള്ളൊരു ഫങ്ഷനും കൂടി ചെയ്യും. ഓക്കെ. ഡോഗിനാണെങ്കിൽ എന്തേ ഉള്ളൂ? ഒരു ടെയില്, ബാർക്കിംഗ് എന്നുള്ള ഫങ്ഷൻ ചെയ്യും. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിന് വേറൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം നമുക്ക് അത് വേറെ കുറച്ച് ഫോമാറ്റ്സ് ഉണ്ട്. പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് എന്നുള്ളൊരു വിസിബിലിറ്റി മോഡ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുക. ഓക്കെ. അതിപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ പഠിക്കും. അത് 3rd മൊഡ്യൂളിലോ ആണ് പഠിക്കുന്നത്. ഇൻഹെറിറ്റൻസ് കൂടുതൽ സെക്കൻഡ് മൊഡ്യൂളിൽ സെക്കൻഡ് ഹാഫിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ, ഈ ഡോഗിന് ഈ ഒരു ജസ്റ്റ് ഒരു ലൈൻ പറയുന്നത്, ഈ ഡോഗ് എന്നുള്ള ഈ ഒരു ക്ലാസ്സിന് ആനിമൽ എന്നുള്ളൊരു ക്ലാസ്സിനെ എന്ത് ചെയ്യാം, അതിൻ്റെ ആനിമൽ എന്നുള്ള ക്ലാസ്സിൻ്റെ ഈ പ്രോപ്പർട്ടീസൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി
ഈ ഒരു ഡോഗിന് ഇത്ര പ്രോപ്പർട്ടീസേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും ഈ ഒരു ആനിമൽ എന്നുള്ള ക്ലാസ്സിന് ആക്സസ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഈ ഡോഗിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ആനിമലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഡോഗിൻ്റെ അകത്തേക്കും വരും. നമ്മളത് എഴുതുന്നില്ല, പ്രോഗ്രാമിൽ എഴുതുന്നില്ല, പക്ഷേ സിസ്റ്റത്തിൽ അത് റൺ ചെയ്യുമ്പം ഡോഗിൻ്റെ എന്നുള്ള ക്ലാസ്സിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടാവും, ഇത്രയും ഡാറ്റാസും ഇത്രയും ഫങ്ഷൻസും ഉണ്ടാവും. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഹെറിറ്റൻസ്. മനസ്സിലായോ? നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഡോഗ് എന്നുള്ള ക്ലാസ്സിൽ പ്രത്യേകിച്ചൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഒരു ഡാറ്റയും ഒരു ഫങ്ഷനും എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇൻഹെറിറ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ അതിന് കൊടുത്തത് കൊണ്ട് ആ ഡോഗിന് എന്ത് ചെയ്യാം, ആനിമൽ എന്നുള്ള ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഡോഗിനും കിട്ടും. മനസ്സിലായോ? മനസ്സിലായില്ല? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളുടെ പാരൻസിൻ്റെ എല്ലാ സ്വത്തുക്കൾക്കും നിങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ ആനിമൽ എന്നുള്ളത് ഒരു പാരൻറ്റ് ഡോഗ് എന്നുള്ളത് ഒരു ചൈൽഡ് എന്നുള്ള രീതിയിൽ കണ്ടാലും മതി. ഓക്കെ, നമ്മളിതിന് ആനിമൽ എന്നുള്ളതിനെ ബേസ് ക്ലാസ് എന്നും ഡോഗ് എന്നുള്ളതിനെ ഇൻഹെറിറ്റഡ് ക്ലാസ് എന്നുമാണ് പറയുക. ഓക്കെ, ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി polymorphism. This property, the property of an object or operator to behave differently in different instance. Okay, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് പ്ലസ് സിമ്പിളാണ്. ഓക്കെ, അഡീഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം it may add two numbers in one instance and the same operator may append two strings in another instance. Okay, അപ്പം അത് CPP ലാംഗ്വേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. സ്ട്രിങ്സ് അറിയണ്ടാവില്ലേ? അറിയോ? അറിയില്ലെങ്കിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഇല്ല. ഓക്കെ, അപ്പം പ്ലസ് എന്നുള്ള ഈ ഒരു അഡീഷൻ ഓപ്പറേറ്റർ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. അഡീഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലേ. രണ്ടാമത് കോൺകാറ്റിനേഷൻ എന്ന് പറയും. നമ്മുടെ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡാറ്റ ടൈപ്പാണ് ഈ ക്യാറും സ്ട്രിങ്ങും ഒക്കെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റൊരു ലെറ്റർ ഹോൾഡ് ചെയ്യുന്ന. ഓക്കെ, ഇപ്പം ഒരൊറ്റൊരു ലെറ്ററാണ് ക്യാരക്ടർ എന്നുള്ളൊരു മീനിങ് ആണ്. ഒരൊറ്റൊരു ലെറ്ററേ ഹോൾഡ് ചെയ്യുള്ളൂ. സ്ട്രിങ് എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു നെയിം. ഇപ്പോൾ രാമു ഇവിടെ എന്ന് പറയുമ്പം മോർ ദാൻ 1 ക്യാരക്ടേഴ്സ് ഉണ്ട്. RAMU 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അതിനെ നമ്മൾ സ്ട്രിങ് എന്ന് പറയും. ഓക്കെ, അപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഇപ്പം സ്ട്രിങ്സ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ബൈനറി ലാംഗ്വേജ്. ഓക്കെ, ഒരു സ്ട്രിങ് മോർ ദാൻ 1 ക്യാരക്ടർ. ഓക്കെ, മനസ്സിലായോ? ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൻഡ് ചെയ്യും എന്നാണ്. ഓക്കെ, അതായത് ഇപ്പം ഓക്കെ, മിൽക്കി എന്നുള്ളതൊരു എൻ്റെ ഒരു സ്ട്രിങ് 1, മിൽക്കി. ആൻഡ് സ്ട്രിങ് 2 എന്ന് പറയുന്നത് ബാർ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ട്രിങ് 1 പ്ലസ് സ്ട്രിങ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മിൽക്കി ബാർ. കിട്ടിയ? ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഈ കോൺകാറ്റിനേഷൻ ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. 2 സെപ്പറേറ്റ് സ്ട്രിങ്ങിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചാക്കി.
ഓക്കെ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ നമുക്കതിനാദ്യം ഡാറ്റ ടൈപ്സ് പഠിക്കണം, അതുപോലെ ആദ്യം സ്ട്രക്ചർ ഓഫ് CPP പഠിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ അതിനൊക്കെ മുന്നേ ജസ്റ്റ് OOP എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ്സ്, ഫീച്ചേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എക്സാമ്പിളിലൂടെ പറഞ്ഞതാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്? ടൈം ആയില്ലേ? ഓക്കെ. അപ്പം അറ്റൻഡൻസ് ഒന്ന് കൊടുക്കാനേ, ഒന്ന് പ്രസൻറ്റ് പറയണേ. ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അഭിജിത്ത്, അനുവിന്ദ്, അപർണ, ഓക്കെ. അർച്ചിത, അരുൺ, അശ്വിത, ചന്ദ്രലേഖ, ഗോപിക, ഹാരിഷ് ആണോ? അല്ലല്ലോ, ഹർഷ്. ഓക്കെ. ഓക്കെ. ഹിപ്സു, ഓക്കെ. ജസീം, പാർവതി, രോഹിത്, വൈഷ്ണവി, അശ്വിൻ രാജ്, ഓക്കെ. ദീപ്തി, ഹരിത, സനില, ശിശിര, ഓക്കെ. സൗമ്യ, ഓക്കെ. താങ്ക് യു.